ഏകീകൃത കുർബാന തർക്കത്തെ തുടർന്ന് സെന്റ് തോമസ് കോട്ടക്കാവ് ഫെറോന പള്ളിയിൽ പൊതുകുർബാന ഒഴിവാക്കിയിട്ട് ഒരാഴ്ച പിന്നിടുന്നു. ഏകീകൃത കുർബാന നടത്തണമെന്ന് ഒരു വിഭാഗം വിശ്വാസികൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു പൊതുകുർബാന നിർത്തിവെച്ചത്. എന്നാൽ ജനാഭിമുഖ കുർബാന തന്നെ തുടരണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം വിശ്വാസികൾ ഉപവാസ സമരം നടത്തി. പറവൂരിലെ സെന്റ് തോമസ് കോട്ടക്കാവ് ഫെറോന പള്ളിയിൽ നടന്നിരുന്ന ജനാഭിമുഖ കുർബാന തന്നെ തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു വിഭാഗം വിശ്വാസികൾ ഉപവാസ സമരം നടത്തിയത്. ഏകീകൃത കുർബാന തർക്കത്തെ തുടർന്ന് പള്ളിയിൽ ഒരാഴ്ചത്തോളമായി പൊതുകുർബാന ഒഴിവാക്കിയതിനെ തുടർന്നാണ് ഒരു വിഭാഗം വിശ്വാസികൾ ഉപവാസ സമരം നടത്തിയത്. ആദ്യത്തെ പള്ളിയാണ്. ഈ പള്ളിയിലാണ് ഈ രണ്ടാഴ്ചക്കാലമായിട്ട് കുറച്ച് പേർ, വളരെ വിരലിലെണ്ണാവുന്ന കുറച്ച് പേർ ഇവിടെ കുർബാന മുടക്കുകയും അത് ഈ കുർബാന മുടക്കിയിരിക്കുന്നത് എന്തിനാണെന്നുള്ളത് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇവർ പറയുന്നത് ഏകീകൃത കുർബാന വേണമെന്നാണ് പറയുന്നത്. നമ്മുടെ രൂപതയിൽ ഈ 35ഓളം രൂപതകളുമായിട്ടുണ്ട്. ഈ 30 രൂപകളും പല രീതിയിലാണ് കുർബാന. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ വേറെ രീതിയിൽ ചെല്ലുന്നു, കോട്ടയത്താണെങ്കിൽ വേറെ രീതിയിൽ, പാലക്കാട് വേറെ രീതിയിൽ, ഇരിഞ്ഞാലക്കുടയും വേറെ രീതിയിൽ ചെല്ലുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എറണാകുളം അങ്കമാലി രൂപതയുടെ രീതിയിൽ എല്ലാ അച്ഛന്മാരും എല്ലാ ഇടവകളിലും ഒരേ രീതിയിലാണ് കുർബാനയിലേക്ക് കൊണ്ടിരിക്കുന്നത്. എല്ലാ ഫെറോനയിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ രീതിയിലാണ് കുർബാനയിലേക്ക് കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവങ്ങളുടെ തുടക്കം. ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ പള്ളിയിലെത്തിയ വികാരി ജോസ് പുതിയടത്തിനെ ഒരു വിഭാഗം വിശ്വാസികൾ ചേർന്ന് തടഞ്ഞു. ഇവരുടെ ആവശ്യം മാർപ്പാപ്പ അംഗീകരിച്ച ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നായിരുന്നു. എന്നാൽ നോമ്പ് കാലമായതിനാലും പള്ളിയിൽ നടക്കുന്ന ജനാഭിമുഖ കുർബാന തന്നെ തുടരണമെന്നും ഈ വിഷയം എത്രയും വേഗം പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഉപവാസ സമരം നടത്തുന്നത്. വിഷയം വഷളായതോടെ പറവൂർ പോലീസ് സ്ഥലത്തെത്തി. പല ഇടവകകളിലും സംഘർഷാവസ്ഥ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. ആരാണ് ഈ സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ ബോധ്യം. നിങ്ങൾ ആദ്യം ആലോചിച്ച് നോക്കേണ്ടത്, ഈ സിനഡ് കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ പറയുന്നൊരു കാര്യം, സിനഡ് തീരുമാനിച്ചത് പ്രകാരമുള്ള ഒരു കുർബാന കിട്ടാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. നമുക്ക് തിരിച്ച് അവരോട് ചോദിക്കാനുള്ളത്, മാർപ്പാപ്പ അംഗീകരിച്ച അതേ കുർബാന കിട്ടാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? ന്യൂസ് ബ്യൂറോ, പറവൂർ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പും ഡൗൺലോഡ് ചെയ്യൂ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്.